നമ്മളിന്ന് രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നത് ധനുഷ്കോടിയിലേക്കാണ്. ഇവിടെ കര അവസാനിക്കുകയും അതുപോലെ കടൽ തുടങ്ങുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഒരു വശത്ത് ബംഗാൾ ഉൾക്കടലും അതുപോലെ തന്നെ മറുവശത്ത് ഇന്ത്യൻ മഹാസമുദ്രവും ഒരുമിക്കുന്ന സ്ഥലമാണ് ധനുഷ്കോടി എന്ന് പറയുന്നത്. 1964 മുമ്പ് ധനുഷ്കോടി ശരിക്കും ഒരു ടൗൺ ആയിരുന്നു. നോർമൽ പോസ്റ്റ് ഓഫീസ്, ചർച്ച് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്ന ഒരു ടൗൺ ആയിരുന്നു. പക്ഷേ ഈ 1964 ഒരു ചുഴലിക്കാറ്റ് ഉണ്ടാകുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ എല്ലാം നശിക്കുകയും ഒരുപാട് ആളുകൾ മരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവശേഷിച്ച കുറച്ച് പേര് രാമേശ്വരത്തോട്ട് മാറുകയും പിന്നെ അതുപോലെ തന്നെ അവിടെ വളരെ കുറച്ച് കുടിലുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഈ മത്സ്യവ്യാപാരമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത്. അതുപോലെ തന്നെ ഐതിഹ്യങ്ങളിൽ പറയുന്ന രാമസേതു അല്ലെങ്കിൽ ആഡംസ് ബ്രിഡ്ജ് എന്ന് പറയും. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇങ്ങനെയാണ് പറയുന്നത്: ശ്രീരാമൻ ലങ്കയിലേക്ക് കടക്കാനായിട്ട് വാനരസേനയായിട്ട് ചേർന്നിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒരു പാലാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. അതുപോലെ തന്നെ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാമേശ്വരത്തിനെയും അതുപോലെ തന്നെ ശ്രീലങ്കയിലെ ഗൾഫ് ഓഫ് മാന്നാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതായിട്ട് നമ്മൾ പറയപ്പെടുന്ന കല്ലും മണലും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പാത അല്ലെങ്കിൽ ഒരു പാലമാണത്. ഈ 1964 ചുഴലിക്കാറ്റിന് മുമ്പ് വളരെ ആക്റ്റീവായിട്ടിരുന്ന ഒരു നഗരമായിരുന്നു. അപ്പോൾ ആയിരക്കണക്കിന് ആൾക്കാർ മരിക്കുകയും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ വന്നതിന് ശേഷം മൊത്തത്തിൽ ഇതിനെ ഗോസ്റ്റ് ടൗൺ എന്നാണ് ഈ സ്ഥലം പിന്നീട് അറിയപ്പെട്ടിട്ടുള്ളത്. ധനുഷ്കോടി എന്ന് പറയുന്നത് ശരിക്കും ഒരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല. അത് ശരിക്കും ഒരു അനുഭവമാണ്. നമ്മളവിടെ ചെന്ന് തന്നെ അത് അറിയണം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ അതൊക്കെ ഒന്ന് ഫീൽ ചെയ്തെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വന്നത് APJ അബ്ദുൽ കലാം മെമ്മോറിയലിലേക്കായിരുന്നു. വളരെ പ്രൗഡായിട്ടുള്ള കുറേ മൊമെൻറ്റ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ദ ജേർണി നല്ല രസമായിരുന്നു. കുറേ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി.